നമസ്കാരം, ഞാൻ ശ്രുതി രാഘവൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ദേഷ്യപ്പെടാത്തതായിട്ട് ആരാണുള്ളത്? നമ്മളെല്ലാവരും ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ്. എത്ര ശാന്ത പ്രകൃതക്കാരാണെന്ന് പറഞ്ഞാലും ഇടയ്ക്കെങ്കിലും അവരും ദേഷ്യപ്പെടാറുണ്ട്. എന്നാൽ നിരന്തരമുള്ള ദേഷ്യപ്പെടലോ, നിരന്തരം പൊട്ടിത്തെറികളുണ്ടായാൽ അതത്ര സുഖകരമായിട്ടുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. നമ്മളുടെ ബന്ധങ്ങളെയും നമ്മളുടെ മറ്റ് സാമൂഹ്യ ജീവിതത്തെയും ഒക്കെ തന്നെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും ഒക്കെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഉള്ള അമിതമായിട്ട് പ്രകടമാകുന്ന ദേഷ്യം വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട ഒരു വസ്തുതയാണ്. ദേഷ്യം തന്നെ പല തരമുണ്ട്. അതിൽ എപ്പോഴും അവനവനോടുള്ള ഒരു ദേഷ്യമാണ് വളരെ ഹാംഫുള്ളായിട്ടുള്ളത്. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനെ, നമ്മളുടെ വ്യക്തിബന്ധങ്ങളെയും ഒക്കെ എല്ലാ രീതിയിലും നമ്മളെ ബാധിക്കുന്ന ഒരു തരം ദേഷ്യം എന്ന് പറയുന്നത് നമുക്ക് അവനവനോട് തന്നെയുള്ള ഒരു കൈൻഡ് ഓഫ് ആങ്കറാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ദേഷ്യം ശരിക്കും ഒരു സെക്കൻഡറി ഇമോഷനാണ്. പുറമേ ഇങ്ങനെ പ്രകടമാകുന്ന അമിതമായിട്ടുള്ള ദേഷ്യം ഒരു സെക്കൻഡറി ഇമോഷനാണ്. ഇതിൻ്റെ കാരണങ്ങൾ ശരിക്കും വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ചില ഫീലിങ്സ് അല്ലെങ്കിൽ ചില ഇമോഷൻസ് ആണ് ഇത്തരത്തിലുള്ള ഒരു ആങ്കർ ഔട്ട്ബേഴ്സ്റ്റ് സെക്കൻഡറി ഇമോഷനിലേക്ക് നയിക്കുന്നത്. പല വൾണറബിളായിട്ടുള്ള ഇമോഷൻസിനെ അല്ലെങ്കിൽ ഫീലിങ്സിനെയൊക്കെ മറച്ചു വെക്കാനായിട്ട് മനുഷ്യർ ഉപയോഗിക്കുന്ന വളരെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സെക്കൻഡറി ഇമോഷനാണ് ആങ്കർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള, പ്രൈമറി ആയിട്ടുള്ള, വൾണറബിൾ ആയിട്ടുള്ള ഇമോഷൻസ് ഓർ ഫീലിങ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അഡ്മിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാനും ഒക്കെ പൊതുവെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഇവയൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അമിതമായിട്ടുള്ള ദേഷ്യം നിയന്ത്രിക്കാനും അതിനോടനുബന്ധിച്ച് ഉള്ള നെഗറ്റീവ് ഇമോഷൻസൊക്കെ മാനേജ് ചെയ്ത് നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ സ്വഭാവവും നമ്മളുടെ വ്യക്തിബന്ധങ്ങളും ഒക്കെ വളരെ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. സെക്കൻഡറി ഇമോഷനായിട്ടുള്ള ഈ അമിതമായിട്ടുള്ള ദേഷ്യത്തിൻ്റെ കാരണങ്ങൾ ചില ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള, പ്രൈമറി ആയിട്ടുള്ള ഇമോഷൻസ് ഓർ ഫീലിങ്സ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള അത്തരം ഈ ഫീലിങ്സ് ഓർ ഇമോഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില നിരാശ, ഭയം, ഒറ്റപ്പെടൽ, അസൂയ, അപമാനം, അരക്ഷിതാവസ്ഥ, നിസ്സഹായാവസ്ഥ, അതുമല്ലെങ്കിൽ ചില വ്യക്തികൾ, ചില സ്ഥലങ്ങൾ, ചില ജീവിതാവസ്ഥകൾ, ഇവ ഏതെങ്കിലുമൊക്കെ ആകാം ഈ പറഞ്ഞ ഡീപ്പ് റൂട്ടഡ് അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള നമ്മളുടെ ഫീലിങ്സ് ഓർ ഇമോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഈ പറഞ്ഞ വൾണറബിൾ ആയിട്ടുള്ള ഇമോഷൻസ് ഓർ ഫീലിങ്സ് ഏതെങ്കിലും രീതിയിൽ ട്രിഗർ ആകുമ്പോൾ അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ് ഈ സെക്കൻഡറി ഇമോഷനായിട്ടുള്ള അമിത ദേഷ്യം പ്രകടമാകുന്നത്. അമിതമായ ദേഷ്യം നിരവധി അനന്തരഫലങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണത്തിന് അമിത അളവിലുള്ള മാനസിക സമ്മർദ്ദം അഥവാ ഹൈ ലെവൽ ഓഫ് സ്ട്രെസ്, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയാഘാതത്തിനുള്ള ഉയർന്ന സാധ്യത, മുറുകിയ വ്യക്തിബന്ധങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ദുർവിനിയോഗം, നിയമപരമായിട്ടുള്ള വൈഷമ്യങ്ങൾ തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ അമിതമായ ദേഷ്യം മൂലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അമിത ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അഥവാ വൾണറബിൾ ആയിട്ടുള്ള ഇമോഷൻസ് ഓരോ വ്യക്തിയിലും ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം തന്നെ സ്വയം തിരിച്ചറിയുക. രണ്ടാമതായിട്ട്, വൾണറബിൾ ആയിട്ടുള്ള ഇമോഷൻസിനെ ട്രിഗർ ചെയ്യുന്ന അഥവാ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം സാധിക്കുമെങ്കിൽ അവ ഒഴിവാക്കുക. മൂന്നാമതായിട്ട്, ആര്, എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ നിങ്ങളിൽ ദേഷ്യം ഉളവാകുന്നു എന്നുള്ളത് ട്രാക്ക് ചെയ്യുക. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞ പോയിന്റ്, ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് കണ്ടെത്തി ഒഴിവാക്കുക. ഇത് ഒറ്റയടിക്ക് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ പറഞ്ഞത് കൃത്യമായിട്ട് അതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ശീലിക്കണം. നാലാമത്തെ പോയിന്റ്, ജേർണലിങ് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി ജേർണലിങ് പ്രാക്ടീസ് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ്, ദേഷ്യം നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടായിരിക്കണം. ആറാമത്തെ പോയിന്റ്, സൂത്തിങ് ടെക്നിക്സ് അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക. അത് ഓരോ വ്യക്തിക്കും ചിലപ്പോൾ എനിക്ക് യോജിക്കുന്ന റിലാക്സേഷൻ ടെക്നിക്ക് വേറൊരാൾക്ക് ആപ്റ്റായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അവനവന് പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക. വ്യായാമം ശീലമാക്കുക.
ഒപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായ ഗൈഡൻസോടുകൂടി കൃത്യതയോടുകൂടി ചെയ്യാനായിട്ട് എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ സ്വീകരിക്കുക.